കലോത്സവ വേദിയിൽ കയ്യടികൾ നിറഞ്ഞ പണിയ നൃത്തം. കലോത്സവത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇനമാണ് വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമായ പണിയ നൃത്തം. ആരെയും ആകർഷിക്കുന്ന വസ്ത്രധാരണവും താളാത്മകമായ ഗാനവുമാണ് പണിയ നൃത്തത്തെ ശ്രദ്ധേയമാക്കുന്നത്. തുടികൊട്ടിപ്പാട്ടും തുണിവേഷവും കുന്നിക്കുരു കൊണ്ടുള്ള കമ്മലും കഴുത്തിലണിഞ്ഞ കാശിമാലയും ഒറ്റച്ചേലയും അണിഞ്ഞ പരമ്പരാഗത കലാരൂപത്തെ കലോത്സവ വേദിയിൽ വേറിട്ടതാക്കി. വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമാണ് പണിയ നൃത്തം. ഇത് വട്ടക്കളി, കമ്പക്കളി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിൽ രണ്ട് രീതിയിലുള്ള കളികളുണ്ട്. ഒന്ന് കമ്പളനാട്ടിയും വട്ടക്കളിയും. കമ്പളനാട്ടി എന്ന് പറഞ്ഞാൽ ഈ കൃഷി നടക്കുന്ന സമയങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു കളിയാണ്. അവരുടെ ജോലി ആയാസകരമാക്കാനും അതുപോലെ തന്നെ അവരുടെ ക്ഷീണം ഒട്ടും തോന്നാതിരിക്കാനും ഒക്കെയാണ് അവർ ഈ കമ്പളക്കളി കളിക്കുന്നത്. പിന്നെ വട്ടക്കളി എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളിൽ ആചാരങ്ങൾ കളിക്കുന്ന കളിയാണ്. ഈ തിരണ്ട് കല്യാണം അതുപോലത്തെ കല്യാണങ്ങൾക്കൊക്കെ അവർ സന്തോഷത്തിന് വേണ്ടിയിട്ട് വട്ടത്തിൽ ഇങ്ങനെ കളിക്കും. അപ്പോൾ അതാണ് വട്ടക്കളി എന്ന് പറഞ്ഞാൽ. അവരുടെ അവിടെ എന്താഘോഷം ഉണ്ടെങ്കിൽ ഈ വട്ടക്കളി കളിക്കാറുണ്ട്. വീടുകളിൽ മാത്രം കളിച്ചിരുന്ന വട്ടക്കളി കലോത്സവ വേദികളിൽ എത്തിയതോടെ ഇന്ന് ആസ്വാദകർ ഏറെയാണ്. കലോത്സവ വേദികളിലെ ഇത്തരം കലാരൂപങ്ങൾ കൂടുതൽ ജനകീയമാവുകയാണ്. വലിയൊരു വിഭാഗം ജനതയെ അടുത്തറിയാനുള്ള ഒരു അവസരം. വീഡിയോ ജേർണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ ഇൻ റിപ്പോർട്ടർ.